ഹലോ ഗൈസ്, വെൽക്കം. ഞങ്ങളിന്നുള്ളത് ഇൽമിനോയിലെ ഗാബൽ ബാഹിലാണ്. അപ്പോൾ ഗാബൽ ബാഹിലെ ഒരു കാട്ടിക്കൂടെ ഞങ്ങൾ ഒരു മല കയറാൻ പോവാണ്. ഞാനുണ്ട്, റോഷനുണ്ട്, ബാക്കിയുള്ളവരെല്ലാം വീട്ടിൽ ഫുഡ് വെച്ചുകൊണ്ടിരിപ്പുണ്ട്. എന്തായാലും കാട്ടിക്കൂടെ നടക്കുകയാണ്. ആ മുമ്പിൽ കാണുന്നത് ഒരു മ്യൂസിയമാണ്. അവിടെ ഹണ്ടിങ് മ്യൂസിയം. അവിടെ പഴയ തോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ ഇപ്പോൾ കയറുന്നില്ല, നല്ല തണുപ്പായതുകൊണ്ട് ഉള്ള സമയത്ത് മല കയറി താഴോട്ടിറങ്ങണം. കാട് കയറണം. അതെ അതെ, ഞെരുട്ടിക്കഴിഞ്ഞാൽ വല്ല മാനോ കരടിയോ വന്ന് ഞങ്ങളെ പിടിച്ചുകൊണ്ട് പോയാൽ പ്രശ്നമാവും. അതെ, ഇരിക്കാനിട്ടേക്കാൻ തടിയാണോ അത്? ഫുൾ മരം വെട്ടിയിട്ടേക്കണുണ്ട. എൻ്റെ അമ്മേ, മുകളിലോട്ട് കയറുന്നോറും തണുപ്പ് കൂടുന്നുണ്ട്. ഇവിടെ മൊത്തം മരം മുറിച്ചിട്ടേക്കത്. വണ്ടിയൊക്കെ പോയ പാട്. ഇവിടെ മൊത്തം ഫുൾ മരം മുറിച്ച് ഭയങ്കര രസം. ഇതിലേക്കൂടെ മഞ്ഞത്ത് വരുമ്പോൾ രസമായിരിക്കും, ഉറപ്പാ. ഇച്ചിരി നേരത്തെ വരണ്ടായിരുന്നു. ബാക്കി കയറാം. അയ്യോ, ഓ ഫുള്ള് കോടാ. ഫുള്ള് കോടമഞ്ഞും കാറ്റും. അയ്യോ, അങ്ങോട്ട് നോക്കിയാൽ ക്യാമറയിൽ കാണാൻ പറ്റില്ല. എൻ്റെ ഈ ക്യാമറ കാണാൻ പറ്റില്ല. നല്ല ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ എടുക്കായിരുന്നു. അവിടെയൊക്കെ കാണണം, ഭയങ്കര രസമാണ്. മഞ്ഞ കളറിൽ ഇതൊക്കെ മഴ. അതെ, അവിടെ കോടലും അവിടെ മൂന്നാറ് മഴ പറയില്ലേ. ഇങ്ങോട്ടും എന്തോ വഴിയുണ്ട്. ഒരു മുട്ട മരം മുറിച്ച് വെച്ചേക്കണുണ്ടോ? മോനെ ജാതി വ്യൂ എന്നൊക്കെ പറഞ്ഞ കിട്ടില്ല. ഇരിക്കുള്ള സ്പോട്ടൊക്കെ ഈ മരത്തിന് ഭയങ്കര വലിപ്പാ. ഇനിതേ ഈ കാണുന്ന വലിയ കയറ്റം കയറണം. ആ മരം അല്ലേ? ക്ലിയർ ഒരു ഒറ്റ വരയിലാണ് അത് കട്ടായേക്കണം. നല്ല ഷൂ ഒക്കെ വേണം സത്യത്തിൽ കൂടെ കയറാൻ. ഞാൻ ഈ ഷൂ ഇട്ടാണെന്ന്, റോഷൻ്റെ ഈ ഷൂ. ഹൈക്കിംഗ് ഷൂ ഇടണം, എൻ്റെ തെന്നി അടിച്ച് താഴെ കിടക്കും. പക്ഷെ കുഴപ്പമില്ല, കയറാം. കൂട്ടിക്കത്തെ കാറ്റ്. ഞങ്ങൾ കയറ്റം കയറി ഇവിടം വരെ എത്തി. സൈഡിലൊക്കെ മൊത്തം കാറ്റടിച്ച് മരമൊക്കെ കിടന്ന് ഇളകുവാണ്. കൈയൊക്കെ തണുത്ത് ചുമന്ന്. എന്നാലും നമ്മൾ മുകളിലോട്ട് പോവും. വഴിയുടെ നടുക്കൊരു മരം വീണ് കിടപ്പുണ്ട്. സെറ്റപ്പ്. ഇവിടെ വന്നിട്ട് ആദ്യമായിട്ട് ഇത്ര വലിയൊരു കാടിനകത്തോടെ ഇങ്ങനെ നടക്കുന്നത്. ഹൈക്കിൻ്റെ വഴിയിൽ ഒരു മരം വീണ് കിടക്കുന്നു. എൻ്റെ പൊന്നെ, ഇവിടെ അടുത്ത മരം. ഇതിൻ്റെ അടിയിൽ കൂടെ പോകണം.
സെറ്റ്. തണുപ്പുണ്ടെങ്കിലും ഒരു വൈബുള്ള സ്ഥലം, സൂപ്പർ സ്ഥലം. ഇനി മുമ്പോട്ട് പോവാം. ഒരു വലിയ ടവർ, പച്ച ഗേറ്റ്. അങ്ങോട്ട് പോയാലോ? ചുമ്മാ ടവറിൻ്റെ ഇടം വരെ. തലവേദന എടുക്കണം തണുപ്പടിച്ചിട്ട്. അയ്യോ അയ്യോ, വൈകോടെ പുക പോകുന്നുണ്ട്. അമ്മാതിരി തണുപ്പാ. താഴെ എത്രയായിരുന്നു? 5-7 ഡിഗ്രി എന്തോ ആയിരുന്നു ഈ ടവർ. ഇതെന്ത് ടവറാ? മൊബൈലിൻ്റെ ആണ്. ഇതിലെ അങ്ങോട്ട് കടന്നു പോകാൻ പറ്റില്ല. ഇവിടെ വഴി അടപ്പിച്ചേക്കുന്നത്, ഗേറ്റ് അടച്ചിട്ടേക്കുന്നത്. പക്ഷേ ഇതാണൊരു ടവർ. ഇനി നമ്മൾ മുകളിലോട്ട് ചെല്ലുമ്പോൾ അടുത്ത ടവർ കയറാം. പക്ഷേ ഇപ്പം മുമ്പോട്ട് പോകാം. അങ്ങനെ ഞങ്ങൾ മണ്ടയ്ക്ക് എത്തി. ഇത് പുറകെ കാണുന്ന വലിയ വ്യൂ ഉണ്ടാ. അവിടെ ഇവിടുന്ന് നോക്കുമ്പോൾ പല കളറിൽ പല മലകൾ ചേർന്ന് ഭയങ്കര രസമായിട്ടാണ് ഇരിക്കുന്നത്. മഞ്ഞ മരങ്ങൾ, ബ്രൗൺ മരങ്ങൾ, പിന്നെ അവിടെ റോഡൊക്കെ കാണാം. നേരിട്ട് കാണുമ്പോൾ രക്ഷയില്ല. കോടയും ഭയങ്കര ഒരു ഫീലാണ് ഇവിടെ നിൽക്കുമ്പോൾ. പക്ഷെ നല്ല കാറ്റും തണുപ്പും ഉണ്ട്. ഇനി ഇവിടുന്ന് ചായ കുടിക്കാൻ പറ്റും. അവിടുത്തെ ബാക്കിലൊരു കടയുണ്ട്, ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട് ചെറുത്. അവിടുന്ന് ചായ കുടിക്കാൻ പറ്റും. പിന്നെ ദേ കാണുന്ന ആ ടവറിൻ്റെ മുകളിൽ കയറാൻ പറ്റും. നമ്മൾ അതിൻ്റെ മുകളിൽ കയറാൻ പോവാണ് ഇത് കഴിയുമ്പോൾ. പക്ഷേ ഈ വ്യൂ കണ്ടിട്ട് എങ്ങനെ നമ്മളിവിടെ കുറച്ച് നേരം നിൽക്കാണ്ട് പോവും. അതുകൊണ്ട് നമ്മളിവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഈ വ്യൂ ഒക്കെ ഒന്ന് ആസ്വദിച്ചിട്ട് ഞങ്ങൾ ബാക്കി കാര്യങ്ങളിലോട്ട് കിടക്കുന്നുള്ളൂ. ഒരു ചായ കുടിക്കാം. അപ്പോൾ നമുക്ക് ചായ കുടിക്കാൻ പോവാം. ലെറ്റ്സ് ഗോ. സൂക്ഷിച്ച് കയറിയില്ലെങ്കിൽ താഴെ ചെല്ലും. എൻ്റെ അമ്മ, ഫുള്ള് കോട. ഒന്നും കാണത്തില്ല, പക്ഷേ ഫുള്ള് കോട. കോട പോടാതെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? എൻ്റെ പൊന്നെ, ഒരു രക്ഷയില്ല. അങ്ങനെ ഞങ്ങൾ മുകളിലെത്തി ടവറിൻ്റെ. പക്ഷെ ഭയങ്കര കാറ്റാ, ഭയങ്കര കാറ്റും ഭയങ്കര കോടയും. താഴത്തോട്ട് നോക്കിയാൽ ക്യാമറയിൽ പ്രത്യേകിച്ചൊന്നും കാണാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നേരിട്ട് കാണുമ്പോൾ രസമുണ്ട്. എന്തായാലും ഞങ്ങൾ താഴെ പോയി ഒരു ചായ കുടിക്കാൻ പോവാം. ഞാൻ പറയുന്നതെല്ലാം കേൾക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ താഴെ പോയി ഒരു ചായയൊക്കെ കുടിച്ചിട്ട് പതിയെ തിരിച്ച് വീട്ടിലോട്ട് പോവും. സോ ചായ കുടിക്കുന്നിടത്തോട്ട് പോവാം. ഇപ്പോൾ ഇവിടെ ഇറങ്ങുക. ഞങ്ങൾ പുറത്തിറങ്ങി ഫുഡ് കഴിച്ചിട്ട്. പക്ഷേ ഞങ്ങൾ കയറിയപ്പോഴുള്ള കാലാവസ്ഥയെല്ലാം ഇറങ്ങുമ്പോൾ അയ്യോ, ഫുള്ളും മഴയും കാറ്റെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ കാറ്റ്. ആ കാറ്റും എൻ്റെ ആ പൊന്നോ, കോടകം കൂടി പണ്ടാരടങ്ങാനായിട്ട്. ഇനി ഫുഡ് കാണിച്ചു തരണമെന്ന് ഞാൻ ഓർത്താണ്. പക്ഷേ കഴിക്കാനുള്ള സ്പീഡിൽ പെട്ടെന്നത് കഴിച്ചു. സോ അത് കാണിക്കാൻ പറ്റിയില്ല. അതെ, തൊടണ്ട, ചീത്തരിക്കും. അങ്ങനെ ഞങ്ങൾ ഇറങ്ങുകയാണ്. മല റോഷൻ ടാറ്റ. ഓഹോ, അങ്ങനെ ഫസ്റ്റ് മഞ്ഞ് പെയ്ത് ഞങ്ങളീ ഗാബൽ ബാഗ് എത്തിയപ്പോഴാണ് മഞ്ഞ്. ഇത് കാണുന്നുണ്ടോ എന്തോ? നോക്കൂ, ഉണ്ടോ തരിതരിയായിട്ട് മഞ്ഞ് വീഴണേ. ഞാൻ ജാക്കറ്റൊന്നും ഇടാതെ പുറത്തിറങ്ങി നിൽക്കാം.
മഞ്ഞ് കാണിച്ചു തരാൻ വേണ്ടി. ഗായ്സ്, രാവിലെ എണീറ്റ് പോവും മഞ്ഞ് കൂടി വരുന്നുണ്ട് കേട്ടാ, കൂടി വരുന്നുണ്ട്. പക്ഷേ നോക്ക് മോനെ സീൻ. മലമോളായതുകൊണ്ടാണ് ഇവിടെ ആദ്യത്തെ മഞ്ഞാണിത് ഈ വർഷത്തെ. ഭയങ്കരമായിട്ട് കൂടുന്നുണ്ട്, പെയ്തുകൊണ്ടിരിക്കുന്നു, എൻ്റെ മേത്ത് ചാടുന്നുണ്ട്. എൻ്റെ മോനെ എൻ്റെ പൊന്നെ കൂടി ശരിക്കും കാറ്റും. നൈസ്. പക്ഷെ ജാക്കറ്റ് ഇട്ടില്ലെങ്കിലും വലിയ തണുപ്പൊന്നും തോന്നുന്നില്ല. എൻ്റെ തലമുടിയെ നിറച്ചായിരുന്നു. ഒന്നും കൂടെ ഇവിടെ നിൽക്കാം, അന്നേരം മനസ്സിലാവും. ഓഹോ, സൂപ്പർ. ഇപ്പോൾ കണ്ടോ എൻ്റെ മുടിയേലും കണ്ടോ, നിറച്ച് മഞ്ഞ്. കിടില. അകത്തേക്ക് കയറി പോവാൻ ഇനി ബാക്കി. എൻ്റെ പൊന്നെ, ഇപ്പൊ നോക്ക്, ഞാൻ നേരത്തെ പുറത്തിറങ്ങി വന്നപ്പോ എന്തായിരുന്നു, ഇപ്പൊ ഇവിടുത്തെ അവസ്ഥ ഉണ്ടോ? ഫുള്ള് മഞ്ഞ്. അയ്യോ, തെന്നി വീഴും. എൻ്റെ പൊന്നെ മുഴുവൻ മഞ്ഞായി. വണ്ടിയുടെ കളറ് മാറിപ്പോയി. ഓഹോ, ദിസ് ഈസ് കാബൽബാഗ് മാജിക്. ഇത് ഭയങ്കര പൊങ്ങിയിരിക്കണ ഒരു സ്ഥലമാണ്. ഇതൊരു മലയുടെ മോളാണ്. അതാണ്ട് ഇങ്ങനെ വായിക്കാത്ത പോയി. ഈ വർഷത്തെ ആദ്യത്തെ സ്നോ കിട്ടിയില്ല. കുറേ നേരത്തൊന്നും മഞ്ഞ് കൊള്ളുന്നില്ല. കേരളം പൊളിച്ച്. ഈ വർഷം ഇത് നേരത്തെയാ. ഇന്നത്ര ഒക്ടോബർ 26 പക്ഷെ ഈ വർഷം നേരത്തെ മഞ്ഞു ഇത്. അയ്യോ, കുറേ നേരം നിന്നപ്പോൾ തണുക്കുന്നട്ടാ. പക്ഷെ എൻ്റെ പൊന്നെ നോക്ക്, ഇതിൻ്റെ മോൾ ഭാഗമൊക്കെ വെള്ളമായി. ഫുൾ മഞ്ഞ്. കണ്ണ് എനിക്ക് മിക്കവാറും പരിപാടിക്കും. എൻ്റെ പൊന്നെ.